നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ്. ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കണം ബീട്രൂട്ട് കൊണ്ടുള്ള ജ്യൂസാണോ എന്ന്. ബീട്രൂട്ടും പോമഗ്രനേറ്റും ഒന്നല്ല, വേറൊരു അടിപൊളി ഫ്രൂട്ട് കൊണ്ടുള്ളൊരു സൂപ്പർ ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പം നമ്മുടെ റിച്ച് ആയിട്ടുള്ള ഈ ജ്യൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 പ്ലമ്മാണ്. നമ്മുടെ സാധാരണ പ്ലം എടുത്തിട്ടുണ്ട്. പ്ലമ്മിനെ എന്നിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്യാം. ഇതിപ്പോൾ പ്ലം വെറുതെ കഴിക്കാനും നല്ലത് തന്നെയാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കണം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അത് മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പം ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ പ്ലമ്മൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, പ്ലമ്മൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മാഷായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര, ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നോർമൽ പഞ്ചസാര ആണെങ്കിൽ അത് ചേർക്കാം. ഞാനൊരു 2.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. കാരണം ഇതിനധികം മധുരമുള്ള പ്ലം ആയിരുന്നില്ല. നല്ല മധുരമുള്ള പ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പഞ്ചസാര ചേർത്തേണ്ട ആവശ്യമുണ്ടാവില്ല. ഒരു 2 മിനിറ്റ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് വേവിക്കുക. അപ്പോൾ അതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവാനുള്ള ടൈമാണിത്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ്. അപ്പം ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ നമ്മുടെ ഇത് നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പം നന്നായി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ലെമണിനെ സ്ക്യൂസ് ചെയ്ത് അങ്ങോട്ട് ഒഴിക്കാം. അപ്പം ഇന്നൊരു പ്ലം ലെമണേഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തി, ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്തി ഇതിനെ നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇതാ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം ലെമണേഡ് റെഡി. ഇത് നമ്മൾ സത്യത്തിൽ പ്ലം ആണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല റിച്ച് ആയിട്ടുണ്ട്. ഇതിൽ വേറെ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം ലെമണേഡ് ജ്യൂസ് ഇതാ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലം ലെമണേഡ്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.